രണ്ട് ഇടങ്ങളിലും സമാന്തരമായി തന്നെ ഒരേ സമയത്ത് തന്നെ ഈ തെരച്ചിൽ നടക്കുന്നുണ്ടെങ്കിലും ഒരു പുരോഗതിയും അതിൽ ലഭിക്കുന്നില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ ശ്രീകാന്ത് പങ്കുവയ്ക്കുന്നത്. ഈ സിഗ്നൽ ലഭിക്കുന്നത് സ്ട്രോങ്ങർ സിഗ്നലാണെന്നൊക്കെ പറയുന്നതിൽ അപ്പുറത്ത് അത് കൃത്യമായി ട്രക്കാണോ, ആരുടെ ട്രക്കാണ് എങ്കിൽ അതിലേക്ക് എങ്ങനെയാണ് എത്താൻ സാധിക്കുക, ഇതിനൊന്നും ഇപ്പോഴും ഉത്തരമില്ല. അതിന് കൃത്യമായി അധികൃതർ നൽകുന്ന മറുപടി ഇപ്പോഴും കുത്തൊഴുക്ക് അതിശക്തമായി നടക്കുന്നു എന്നത് മാത്രമാണ്. അപ്പോൾ എപ്പോഴായിരിക്കും അതിലൊരു കൃത്യമായ ധാരണ, കൃത്യമായ ഒരു മറുപടി ഉണ്ടാവുക? ഇന്ന് വൈകിട്ട് ഉന്നതതല യോഗം ചെയ്യുന്നുണ്ട്, അതിൽ മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. അതിൽ കൃത്യമായി ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, അതിൽ ടെക്നോളജിയും അല്ലെങ്കിൽ മെഷീനറീസും ഉപയോഗിക്കാൻ സാധിക്കുമോ, എങ്കിൽ പുതിയ എക്യുപ്മെന്റ്സ് കൊണ്ടുവരേണ്ടതുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അതിൽ ഡിസ്കസ് ചെയ്യും. പക്ഷേ അപ്പോഴെല്ലാ മണിക്കൂറുകൾ നമ്മളിങ്ങനെ നമ്മുടെ കാത്തിരിപ്പിങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. എസ് വിജയകുമാർ കൂടി ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട് പുതിയ വിവരങ്ങളുമായി. വിജയകുമാർ, നമുക്ക് മുന്നിലുള്ളത് ഇപ്പോൾ പുതിയൊരു സിഗ്നലാണ്, ദ ഫോർത്ത് സ്പോട്ട് എന്ന് പറയാം. അതൊരു മച്ച് സ്ട്രോങ്ങർ സിഗ്നൽ ആണെന്നാണ് പറയുന്നത് അധികൃതർ. അതൊരു ട്രക്കിന്റെ കൃത്യമായ പ്രൊഫൈൽ നൽകുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസവും കേട്ടതാണ്. ഇനി അഥവാ അത് ട്രക്കാണെങ്കിൽ തന്നെ അത് മുങ്ങിയെടുക്കുക എന്നത് ഈ സമയത്ത് പോസിബിൾ അല്ല എന്നുകൂടി അവർ പറയുന്നുണ്ട്. കാരണം ആ നദിയിലെ ശക്തമായ ഒഴുക്കാണ്. എൻ്റെ സംശയം ഇതാണ്, ഈ ഒഴുക്ക് മാറാതെ, ഒഴുക്ക് 2 knots എത്താതെ മറ്റൊരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇത് പൊക്കിയെടുക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണോ അധികൃതർ? പ്രജിൻ, ഇപ്പോഴത്തെ നിലയിൽ മറ്റെന്തെങ്കിലും സാങ്കേതിക വിദ്യ അതിൽ ഉപയോഗിക്കാൻ കഴിയുമെന്ന് നമുക്ക് കരുതാനേ കഴിയുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സിഗ്നൽ ലഭിച്ചു എന്ന് പറയുന്ന നദിയുടെ ഏതാണ്ട് ഒത്ത നടുക്കായിട്ട് വരുന്ന ഈ മൺകൂമ്പാരം, നേരത്തെയും അവിടെ ചില സൂചനകൾ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിലെ പരിശോധനകളിലൊക്കെ ആ ഭാഗത്തുനിന്ന് കുറച്ച് സിഗ്നലുകൾ കിട്ടുകയും അവിടെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തതാണ്. സോണാർ പരിശോധനയിലും അവിടുന്ന് ചില സിഗ്നലുകൾ കിട്ടിയിരുന്നതായി കേട്ടിരുന്നു. പിന്നീടാണത് പുഴക്കരയ്ക്കും എന്താണ് വെള്ളത്തിനും ഇടയിലുള്ള മൺതിട്ടയ്ക്ക് താഴേക്ക് പരിശോധന കേന്ദ്രീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നലെ കണ്ടെത്തിയ 3 സിഗ്നലുകളെ അനലൈസ് ചെയ്ത സമയത്ത് അതിൽ ഒന്ന് ടവറാണ്, 2 റോഡിൻ്റെ സൈഡിലുണ്ടായിരുന്ന വേലിക്ക് സമാനമായ ഒരു വസ്തുവാണ്, 3 ഭാരത് ബെൻസ് എന്ന് തന്നെയാണ് ഇന്ദ്രപാലൻ സാർ സൂചിപ്പിച്ചത്. അപ്പോൾ ആ മൂന്നാമത്തെ സിഗ്നൽ വളരെ സ്ട്രോങ് ആയിരുന്നു. അതൊരു ലോറിയുടെ പ്രൊഫൈലാണ്, അത് ഈ ലോറി തന്നെയാണെന്ന് എല്ലാവരും ഉറപ്പിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അതെന്തായിരുന്നു എന്നതിൽ ഇനിയൊരു പരിശോധന വേണം, ഇനി അത് വിശദീകരിക്കേണ്ടതുണ്ട് അതെന്തായിരുന്നു എന്നത്. ഇപ്പോൾ കണ്ടെത്തിയതാണ് ലോറിയുടെ സിഗ്നൽ എങ്കിൽ മൂന്നാമത്തെ സിഗ്നൽ എന്ന് നമ്മൾ പറഞ്ഞ സ്പോട്ട് 3 അങ്ങനെ മാർക്ക് ചെയ്തതിൽ എന്തായിരിക്കും ഉള്ളത്, അപ്പോഴതും പരിശോധിക്കേണ്ടി വരും. അപ്പോൾ കുറെ കൂടി സങ്കീർണമാവുകയാണ് ഈ സിഗ്നലുകൾ ഇങ്ങനെ മാറി മാറി ലഭിക്കുന്നതും. നല്ല ബലമുള്ള സിഗ്നലുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാറി മാറി ലഭിക്കുന്നത് ആ നിലയിൽ കാര്യങ്ങളെ സങ്കീർണമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടാകുന്നത് എവിടെയൊക്കെ തിരയണം എന്നതിൽ വലിയ ആശയക്കുഴപ്പം നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്കും ഉണ്ടാകും. അവരെവിടേക്കാണ് തിരയേണ്ടത് കൃത്യമായി. ഇപ്പോൾ 3 എന്നത് വളരെ സജീവമായൊരു പോയിന്റ് ആയിരുന്നു ഇന്ന് രാവിലെ, ഇന്ന് ഉച്ചവരെയും. അതിപ്പോൾ ഒരു 4 ഒരു പോയിന്റ്, ഒരു സ്പോട്ട് 4 എന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറുന്നു. അപ്പോൾ 3ലും 4ലും ഒരേപോലെ തിരയേണ്ടി വരും എവിടെയാണ് ലോറി ഉള്ളത് എന്നറിയാൻ. അത് കൂടുതൽ ഈ ദൗത്യത്തെ ദുഷ്കരമാക്കും, തന്നെയുമല്ല അത് ടൈം കൺസ്യൂമിങ് ആവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ പ്രജിൻ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ വെള്ളത്തിൽ ഇറങ്ങുകയല്ലാതെ മറ്റു വഴികളില്ല. അതുതന്നെയാണ് വസ്തുത, വെള്ളത്തിൽ ഇറങ്ങുകയല്ലാതെ മറ്റു വഴികളില്ല. കാരണം വെള്ളത്തിൽ ഇറങ്ങി ഈ വാഹനം എന്താണോ അതിൽ ഈ ഹുക്കുകൾ ഘടിപ്പിക്കാതെ അതിനെ ഉയർത്തിക്കൊണ്ട് വരാനും കഴിയില്ല. ഇനിയിപ്പോൾ ക്യാബിൻ പരിശോധനയ്ക്കാണെങ്കിലും വെള്ളത്തിൽ ഇറങ്ങാതെ അത് നടക്കില്ല. അപ്പോൾ ഏതാണ്ട് 7 knots ഒക്കെ അടിയൊഴുക്കുള്ള ഈ പുഴയിലേക്ക് എങ്ങനെ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങാൻ കഴിയും എന്ന ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട്. ഒരു കാരണവശാലും അവർക്ക് ഇപ്പോഴത്തെ നിലയിൽ അവിടെ ഒരു മുങ്ങി പരിശോധനയ്ക്ക് പറ്റുന്ന അവസ്ഥയുണ്ടായിട്ടില്ല. ഭൗതിക സാഹചര്യം അതിനനുകൂലമല്ല. അങ്ങനെ ആകണമെങ്കിൽ തുടർച്ചയായി മഴ കുറഞ്ഞ് ഈ ജലവിധാനം നന്നായി താഴണം. പക്ഷേ ഇന്ന് വെള്ളി, നാളെ ശനി, മറ്റന്നാൾ ഞായർ, ഈ 3 ദിവസവും ഷിരൂർ മേഖലയിൽ, ഉത്തര കന്നഡ മേഖലയിലാകെ ഓറഞ്ച് അലേർട്ടാണ്. നമ്മൾ ഈ ഉപഗ്രഹ ദൃശ്യങ്ങളിൽ നോക്കുമ്പോഴറിയാം അവിടേക്ക് ഇങ്ങനെ മേഘങ്ങൾ കയറി വരുന്നുണ്ട്, കയറി കിടക്കുന്നുണ്ട്. അതൊക്കെ ഷിരൂർ മലനിരകളിൽ തട്ടി വലിയ മഴയായി പെയ്ത് അവിടെ വലിയ വെള്ളത്തിൻ്റെ ഒഴുക്കുണ്ടാക്കാൻ പ്രാപ്തമായ വളരെ തിക്കായ ക്ലൗഡ്സാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഈ ദിവസങ്ങളിലെ പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ തരണം ചെയ്ത് നമുക്ക് എത്ര സമയം കൂടി മുന്നോട്ട് പോകാൻ കഴിയുമെന്നറിയില്ല. ഇതിപ്പോൾ അനിശ്ചിതത്വം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ എൻ്റെ റെസ്ക്യൂ ഓപ്പറേഷനെ എന്നതിൽ തർക്കമില്ല. അത് കുറെ കൂടി സങ്കീർണമാക്കുന്നുണ്ട് ഈ പുതിയ സിഗ്നലുകൾ ലഭിക്കുന്നത്. ഇത് കുറെ കൂടി പുഴയുടെ നടുക്ക് ഭാഗത്തേക്കാണ് ഈ സിഗ്നലുകൾ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ ഇറങ്ങി പരിശോധന എന്ന് പറയുന്ന ഒരു പക്ഷേ തീരത്തിന് 60 മീറ്റർ അടുത്തുണ്ടായിരുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് 200-250 മീറ്റർ അകലേക്കാണ് ആ സിഗ്നൽ മാറുന്നതെങ്കിൽ അത് കുറെ കൂടി സങ്കീർണമാവുകയും ചെയ്യും. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം
ഇതാണ് ആ പർട്ടിക്കുലർ പോർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. ഇവിടെ ഇതാ നോക്കൂ, ഇവിടെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പുതിയ സിഗ്നൽ ലഭിച്ചു എന്ന് പറയുന്ന ഭാഗം ഇതാണ്. ഒരു മൺകൂനയുണ്ട് ഇവിടെ, ആ മൺകൂനയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. തീരത്തുനിന്ന് കുറച്ച് അകലെ തന്നെയാണ് ആ മൺകൂന സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് ഒരു ലോറിയുടെ പ്രൊഫൈലിന് സമാനമായ, ഒരു ട്രക്കിൻ്റെ പ്രൊഫൈലിന് സമാനമായ ഒരു സിഗ്നലാണ് അവിടെ നിന്ന് ലഭിച്ചത് എന്നാണ് മേജർ ജനറൽ ഇന്ദ്രപാലൻ ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഒരു പരിശോധനയ്ക്ക് എത്രത്തോളം അത് സാധ്യമാകുമെന്ന് നമുക്കറിയില്ല. കാരണം ഈ ഭാഗത്തേക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം കണ്ട ഒരു 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 3 എന്നൊരു പോയിന്റ് ഉണ്ടായിരുന്നല്ലോ, ഒരു സ്പോട്ട് 3, അവിടുത്തേതിനേക്കാൾ പുഴയിൽ നിന്ന് അകന്നാണ് ഈ സ്ഥലം നിൽക്കുന്നത്. ഏതാണ്ട് മധ്യഭാഗത്തെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഭാഗത്ത് വലിയ ആഴം, കുറെ കൂടി ആഴവുമുണ്ട്. തന്നെയുമല്ല, ഒരു പക്ഷേ ഈ പുഴയുടെ അരികിനേക്കാൾ അപ്പുറത്തേക്ക് ഒഴുക്കും കൂടുതലായിരിക്കും. ഒരു പക്ഷേ ഈ ഭാഗത്ത് 7 ആയിരിക്കില്ല, 8 or 9 ഒക്കെ ആയിരിക്കും അടിയൊഴുക്കിൻ്റെ തീവ്രത. അപ്പോൾ ആ ഭാഗത്തേക്ക് എത്തുക, നേരിട്ടെത്തി പരിശോധിക്കുക എന്ന് പറയുന്നത് ഈ ദിവസങ്ങളിൽ അസാധ്യമാവുകയും ചെയ്യും. നമ്മളുടെ മുന്നിലുള്ള മറ്റു പോംവഴികളൊന്നും നമുക്ക് മുന്നിലില്ല. അതായത് ഇവിടെ ഇപ്പോൾ ഏറ്റവും വലിയ ആശയക്കുഴപ്പം ഇതിലേതാണ് ട്രക്കെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ വരെ പറഞ്ഞത് മൂന്നാമത്തെ ഭാഗത്ത് ട്രക്ക് തന്നെയാണ്, ഭാരത് ബെൻസ് തന്നെ എന്നാണ് രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഇന്ന് ആ ഭാഗം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ വേറൊരു ഒരു ഭാഗം കൂടി അവർ പറയുന്നു, വളരെ ശക്തമായ സിഗ്നൽ ലഭിച്ച മറ്റൊരു ഭാഗം കൂടി ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ 3-ലാണോ 4-ലാണോ അർജുൻ ഓടിച്ച ട്രക്കുള്ളത് എന്നതിൽ വലിയ ആശയക്കുഴപ്പമുണ്ട്. അപ്പോൾ 2 ഭാഗവും പരിശോധിക്കേണ്ടി വരും എന്നാണോ ദൗത്യ സംഘം പറയുന്നത്, അറിയില്ല. അങ്ങനെയാണെങ്കിൽ അത് എത്രയോ ദിവസങ്ങൾ വേണ്ടി വരും അത്തരം പരിശോധനയ്ക്ക് എന്നും വിലയിരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട സംഗതി, നമ്മളുടെ ദൗത്യത്തിൽ പ്രതിസന്ധിയാകുന്നത് കാലാവസ്ഥയും ഈ നദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്ന സമാന സ്വഭാവമുള്ള സിഗ്നലുകളുമാണ്. ഈ സിഗ്നലുകൾ കൂടുതൽ കിട്ടുമ്പോൾ അതിലേതാണ് അർജുൻ്റെ വാഹനം എന്നത് സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ട്. അപ്പോൾ ഒന്നിലധികം കേന്ദ്രങ്ങളിൽ നമ്മൾ നേരിട്ട് പരിശോധന നടത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അത് ഒരു സ്ഥലത്ത് പോലും പരിശോധന നടത്താൻ പറ്റാത്ത നിലയിൽ ഭൗതിക സാഹചര്യം ഒട്ടും മെച്ചമല്ല ഈ ഗംഗാവാലി നദിയിൽ. അപ്പോൾ ഒന്നിലധികം മേഖലകളിലേക്ക് നമ്മൾ പരിശോധന നടത്തേണ്ടി വരുന്നു എന്നത് കാര്യങ്ങൾ കുറെ കൂടി സങ്കീർണമാക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യാൻ കഴിയുമെന്നതിൽ ദൗത്യസംഘം ഒരു തീരുമാനം എടുക്കട്ടെ, അവർക്ക് വിട്ടുകൊടുക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ സമയമെടുക്കുന്നു. കുറെ കൂടി അനിശ്ചിതത്വം നമ്മളുടെ എൻഡയർ റെസ്ക്യൂ ഓപ്പറേഷനിൽ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും നിലവിൽ പ്രതികൂലമാണ് എല്ലാ സാഹചര്യങ്ങളും എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും നദിയിലെ കുത്തൊഴുക്ക് അതിൻ്റെ വേഗം കുറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നു അധികൃതർ.